ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 44-ാം വാക്യം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 44-ാം വാക്യം. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 രാജാക്കന്മാർ 4-ാം അധ്യായം 44-ാം വാക്യത്തിൽ എലീശ പ്രവാചകൻ്റെ ശുശ്രൂഷാകാലത്ത് നടന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു അംശമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഒരു ദിവസം ഈ പ്രവാചകന് അഥവാ എലീശ പ്രവാചകന് ബാൽ ശാലീശയിൽ നിന്ന് ഒരാൾ ആദ്യ ഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്ന്, ആ സമയം പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരോട് അത് ആ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ്. ആ സമയം ആ പ്രവാചകൻ്റെ ശിഷ്യൻ അതിന് മറുപടിയായി, ഞാൻ ഈ 100 പേർക്ക് ഈ 20 അപ്പം എങ്ങനെയാണ് വിളമ്പുന്നത് എന്ന് ചോദിക്കുവാനിടയായി. അപ്പോൾ വീണ്ടും പ്രവാചകൻ, ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക, അവർ ഭക്ഷിക്കുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നുവെന്ന് മറുപടി പറഞ്ഞു. അത് കേട്ട ശിഷ്യൻ ആ 20 യവത്തപ്പം 100 പേർക്ക് വിളമ്പുകയാണ്. അവർ എല്ലാവരും ഭക്ഷിച്ച് ശേഷിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. 20 അപ്പം 100 പേർ കഴിക്കുകയാണ്. ഇസ്രായേലിൽ ഒരു അപ്പം ഒരാൾ ഭക്ഷിച്ചാലും 20 അപ്പം 20 പേർക്കാണ് കൊടുക്കുവാനായിട്ട് സാധിക്കുക. ഇവിടെ 20 അപ്പം 100 പേർ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ ഉള്ളത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ആ അത്ഭുത കരം അഥവാ ആ ദൈവത്തിൻ്റെ അത്ഭുത കരം അതിനെ വർദ്ധിപ്പിക്കുവാൻ ഇടയാകും. പുതിയ നിയമത്തിലും ഇത് യേശു ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ്. 2 പ്രാവശ്യം ഇതുപോലെ അപ്പം വർദ്ധിപ്പിച്ചതായി നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു സമർപ്പണം നാം കാണുന്നു. ഒരു മനുഷ്യൻ ദൈവപുരുഷന് കൊടുക്കുവാൻ 20 അപ്പം കൊടുത്തയക്കുന്നു. ആ ദൈവദാസന് കൊടുത്തയച്ച ആ അപ്പം അത് അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകുവാൻ തയ്യാറായപ്പോൾ അത് വർദ്ധിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഒരു സമർപ്പണത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവം. നമുക്ക് ലഭിക്കുന്ന നന്മകൾ
അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുന്ന അഥവാ അതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവകരമാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാറ്റിനുപരിയായി നാം പങ്കുവയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനം ജീവിപ്പിക്കുന്നതാണ്. അത് അനേകർക്ക് ആശ്വാസം നൽകുന്നതാണ്. അത് രക്ഷ നൽകുന്നതാണ്. അത് നിത്യജീവൻ നൽകുന്നതാണ്. ആമേൻ, ആമേൻ.